ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പൊ ഞങ്ങൾ എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാല് വെല്ലിമാനെ കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ പോവാണ്. വെല്ലിമാക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ തന്നെ ഒന്ന് വെല്ലിമാനെ നോക്കി നോക്കി. വെല്ലിമാക്ക് വലിയ കുഴപ്പമൊന്നുമില്ല അല്ലേ? കുഴപ്പമൊന്നുമില്ല, വലിയ ആട്ടൊന്നുമില്ല. രാത്രി അങ്ങനെ ഒന്നും ആവുന്നില്ല. ഒന്നുമില്ല. ഇതിപ്പോ ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ പോവാ. നമ്മള് അന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ടാണ് നമ്മളെ പരിപാടിന്റെ ഇടയിൽ കൂടെ വെല്ലിമാക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത്. നമ്മൾ ആരും വിചാരിച്ച പോലും ഇല്ല. അതേപോലെ ഒന്നും വരാതെക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോ ആഴ്ചയിലല്ല ഒരു 10 ദിവസമൊക്കെ കൂടുമ്പല്ലേ, ഒരു 10 ദിവസമൊക്കെ കൂടുമ്പോ നമ്മളിങ്ങനെ പോയി ചെക്ക് ചെയ്യാന്നുള്ളത്. അതിന് ഇവിടുന്ന് കുറച്ച് പോകാനുള്ള ഹോസ്പിറ്റലിൽ വെറുതെ പോയി ചെക്ക് ചെയ്യുക. എന്നാൽ പിന്നെ സോഡിയം കുറവുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ കയറ്റി വരാന്ന് കരുതി. പിന്നെ അതേപോലെ തന്നെ ഗൈസ് നമ്മളിപ്പോ 1.5 വീഡിയോ ഉള്ളത്. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾക്ക് ഇപ്പോൾ ഓണത്തിന്റെ ടൈം അല്ലേ, ഓണത്തിന്റെ ടൈം ആയതുകൊണ്ട് നമുക്ക് കുറേ വീഡിയോസുകൾ പെൻഡിങ്ങിലുണ്ട്. അതായത് പരസ്യം ചെയ്ത് കൊടുക്കണമൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് വീഡിയോ ഇടാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മള് എന്താ പറയാ വീഡിയോ ഒന്നും ഇടാത്തത് അല്ലേ അമ്മമ്മ? മാക്സിമം എന്നാലും പറ്റണ വഴിക്ക് നമ്മള് ചെയ്യുന്നുണ്ട്. എന്നാലും നമ്മള് പറ്റണ അത്രയ്ക്ക് നമ്മള് ഇപ്പൊ രാവിലെ തൊട്ട് ഇതുവരെ ആ വീഡിയോ എടുത്ത് വെക്കാണ്. ഇനിയിപ്പോ ഉമ്മമാക്ക് ഇന്ന് ഹോസ്പിറ്റലിൽ പോകാണ്ടായോണ്ടാണ് ഞങ്ങള് മുന്നെയാണ് വീഡിയോ എടുക്കാൻ ഉണ്ടാവല്. ഓനെ നമ്മള് പറഞ്ഞു വെച്ചിട്ട് ഇപ്പൊ നമ്മള് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി നിക്കാണ്. ഓട്ടോക്കാരോട് വരാൻ പറഞ്ഞില്ലേ അമ്മമ്മ? ലൈവില് വരാന്നൊക്കെ പറഞ്ഞു. ലൈവില് വരാനും 2 വട്ടം നമ്മള് ലൈവില് വരാന്ന് പറഞ്ഞാണ്. പക്ഷേ ആ ടൈമൊക്കെ എന്താ നമ്മള് ഓരോ ഭാഗത്തേക്ക്, അതായത് അപ്പോഴാണ് വിളി വരിക. നാളെ വീഡിയോ കൊടുക്കണം, നിങ്ങള് വേഗം അങ്ങോട്ട് വാന്ന്. നമ്മള് നാളെ ഇത് ലാസ്റ്റ് ഡേറ്റ് ആണ്. അപ്പൊ നിങ്ങള് വേഗം ഇതാക്കണം പറഞ്ഞിട്ട് അർജന്റ് കേസുകളൊക്കെ അങ്ങനെ വരികയാണ്. അപ്പൊ അങ്ങനത്തെ കേസ് കൊണ്ടൊക്കെയാണ് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തിട്ടോ. അല്ല വേറെ ഒന്നും കൊണ്ടല്ല, നമ്മള് ലൈവ് ഇടണം തന്നെ നമ്മള് വിചാരിച്ചാണ് ഇല്ലേ. ലൈവ് ഇടണം ഒക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചു തന്നെ. പക്ഷെ അതിന്റെ അടി കൂടെയാണ് ഇങ്ങനെ എടുത്തും കൂടി വന്നത്. അപ്പൊ അങ്ങനെ എമർജൻസി കേസുകൾ വന്നപ്പോഴാണ് പ്രശ്നമായത്. ഗായ്സ് ഇനിയിപ്പോ നല്ല മയക്കാലല്ലേ വരാൻ പോണത്? ഇതോ ഒക്ടോബർ അല്ലേ? ഒക്ടോബറോ ഓഗസ്റ്റ്? ഓഗസ്റ്റ് അല്ലേ? മലയാള മാസം കള്ളക്കർക്കട മാസം എന്ന് പറയുന്നിട്ടില്ലേ? ഓണം വരിക. ഓണം നല്ല മഴ. ചിങ്ങത്തില് പോണം. നമുക്ക് താഴത്തേക്ക് ഇറങ്ങിക്കാം. എന്നാ അവിടെ പോവാ. വണ്ടിപ്പ് വരും. താഴത്തേക്ക് ഇറങ്ങിക്കാം. എനിക്കധികം വർത്താനം പറയാൻ പറ്റാ. ഇവിടെ പല്ലിന്റെ ക്ലിപ്പ് ടൈറ്റ് ആക്കിയിട്ട് അവിടെ മോണമ കുടുങ്ങിയിട്ട് ലോക്കാവുണ്ടോ? ലോക്കാവുണ്ടോ? ലീക്കല്ലേ? എന്റെ താടി ഉണ്ടായി കൊണ്ട് അറിയണില്ല. ഇന്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് അടിയും, കറക്റ്റ് അറിയും. എന്ത് ശരിയാക്കാൻ? അത് ശരിയാക്കൊന്നുമില്ല. ആണി അടിച്ചാൽ മതി. മാണിന്റെ അവിടെ ആണി ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. അപ്പുറത്ത് ഇട്ടാണ്. നമുക്ക് ഹോസ്പിറ്റലിൽ പോയി നോക്കാം. ഞങ്ങൾക്ക് അറിയാം ഗൈസ്, വെല്ലിമാക്ക് ഒരു കുഴപ്പമില്ല. എന്നാലും അങ്ങനെയല്ലേ അമ്മ? അതെ, നമ്മളാ പോയി ചെക്ക് ചെയ്യേണ്ട സമാധാനത്തിന് വേണ്ടിട്ട് നമ്മളൊന്ന് ചെക്ക് ചെയ്യാം അല്ലേ അമ്മമ്മ? അങ്ങനല്ലേ? ഉറപ്പാണ്. റിസൾട്ട് വരുമ്പോ എന്തായാലും പറയും വെല്ലിമാക്ക് ഒരു കുഴപ്പമില്ല, സോഡിയം ഒക്കെ ഓക്കെ ആണെന്ന് തന്നെ പറയും. അതാണ് പിന്നെ മൈൻഡിലുള്ളത് അല്ലേ. എന്നാത്തിനെക്കാളും ഒന്നും പാടെ മെച്ചമായിട്ടില്ല. സമാധാനത്തിന് അല്ലേ? ഞാൻ അടുത്ത് കുറവാന്ന് അങ്ങനെ പറയട്ടെ. അപ്പൊ ഞാൻ ബാക്കി പറഞ്ഞു ഉണ്ടാവാക്കട്ടെ. ഞാൻ നല്ലോണം തിന്നുണ്ടല്ലോ. തിന്നുണ്ട്, ഇഷ്ടം പോലെ തിന്നുണ്ട്. ആണോ? തിന്നാ മതി, അല്ലെങ്കിൽ ഇങ്ങനെ നടക്കേണ്ടി വരും കേട്ടോ. അതേപോലെ തന്നെ ഗൈസ് ഇവിടെ കാട് പിടിച്ച് കിടക്കണേ. ഇവിടെ ഒരു വെളിച്ചം വന്ന വായിക്കണ്ടില്ലേ? ഇവിടെയൊക്കെ കാട് വെട്ടി അവിടെ വാതില് പൊട്ടിയതാ. നമ്മൾ ഈ പെരീക്ക് നിൽക്കാനാണ് ഇതോട് പറഞ്ഞത്. ഈ പെരീക്ക് ഇതും കുഴപ്പമൊന്നുമില്ല. ഇവിടെ നിന്നൊക്കെ ഇടിയണ സ്ഥലാണ്. നമുക്ക് നേരെ ഇനി ഹോസ്പിറ്റലിൽ പോവല്ലേ? എന്നാ അമ്മ ഹോസ്പിറ്റലിൽ പോവല്ലേ? എന്നാ ഹോസ്പിറ്റലിൽ പോകാനാണ്. എവിടെ ഹോസ്പിറ്റലിൽ പോവുക? തിരിയണില്ല. ആ പല്ലും കൂടി പോയിട്ട് വെക്കണം. ഒരക്കെ വെക്കും മമ്മ. മമ്മക്ക് പേടി പറഞ്ഞാണ്ട് ഉത്തിരിക്ക. അത് പോകാതെ വെക്കുന്നില്ല, അതുകൊണ്ടാണ്. ഓട്ടോഷേനുണ്ട്, അങ്ങനെ സൗണ്ട് കേൾക്കുന്നുണ്ട്. നേരെ ഇനി പോകാം. കേറിക്കോളിന്നാ. ഇതെന്താ തപ്പണി? മീൻ വെക്കുക? പണ്ടൊക്കെ ഇതിൽ മീൻ മീന്. നമുക്ക് നേരെ ഹോസ്പിറ്റലിൽ പോയൊക്കെ. വെല്ലിമാനെ ഇവിടെ ലോക്കാക്കിക്കണേ. ആയിക്കോട്ടെ. ഞാൻ നീച്ച വണ്ടിയാ അതിലാടെ മെച്ച എന്റെ മടിക്കിരുന്നല്ലോ. അങ്ങനെ ഉമ്മമ്മ ചോറുന്നു തടിയൂടി ഉമ്മമ്മ. അവിടെയാണ് പ്രശ്നം പറ്റിയത്. കാറ്റുനോട്ടുന്ന ഹോസ്പിറ്റലിലേക്ക് ഒന്നാണ്. ഇവിടെ ക്ലോസ് ചെയ്ത് വെച്ചിക്കാണ്. ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആയിക്കൊണ്ടാണോ എന്തായിരുന്നു?
5:30 വരുന്നു. 5:30. അതായത് ഗൈസ് ഇന്ന് ആഗസ്റ്റ് 15 ഇതൊക്കെ കൊടിയൊക്കെ കണ്ടില്ല നിങ്ങള്? ആഗസ്റ്റ് അല്ല, ഓഗസ്റ്റ്. ഓഗസ്റ്റ് 15 ആണ്. നമ്മള് രാവിലെ നീച്ചാത്തോണ്ട് ഇതൊന്നും നമ്മൾ അറിഞ്ഞില്ല ഗൈസ്. അപ്പൊ ഇവിടെ എത്തിയപ്പോഴാണ് ഇവിടെ അടച്ചിട്ടിരിക്കുന്നത്. 5 മണിക്ക് ഡോക്ടർ ഇരുന്നാ പറഞ്ഞത്. പക്ഷേങ്കിൽ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യൂലേ? ലാബ് ഉണ്ട്, അപ്പൊ കുഴപ്പമില്ല. മമ്മക്ക് സോഡിയം ചെക്കാനല്ലേ എന്നാലുള്ള ഒരു ചടപ്പ് എന്താ അറിയോ? 1.5-3 മണിക്കൂർ നമ്മൾ ഇവിടെ ഇങ്ങനെ കറങ്ങി പോസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കണം. ആ ഒരു ചടപ്പ് മാത്രമേ അതുണ്ടാവും. കാരണം ബ്ലഡ് റിസൾട്ട് കിട്ടണ്ടാ. അതിന് കുത്തി പൊളിച്ചാലിച്ചല്ലേ എന്നാ ഇനി ഗൈസ് ഉമ്മമാന്റെ സോഡിയം ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താണ് നമുക്ക് റിപ്പോർട്ട് നോക്കാം. റിസൾട്ട് എന്താ നോക്കാം. എന്താ മട്ടാവോ ഗൈസ്? ഓല് റിസൾട്ട് കഴിഞ്ഞ് വരുന്നുണ്ട് രണ്ടാളും. എന്താകുന്ന നമുക്ക് അറിയില്ല. എന്താ വേഗം പറയും. എന്താ റിസൾട്ട് പറയും? 134. എന്ത്? 134, 135 ആണോ? എന്താണ് മമ്മി കേക്കണത്? തിന്നല് തുടങ്ങിയപ്പോ അസുഖമൊക്കെ മാറൽ തുടങ്ങി. ഇതിലെ 135 വേണ്ടിയത് 134 ഒന്നിന്റെ കുറവല്ലേ ഉള്ളൂ. അത് നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഇനി നല്ലോണം തിന്നാ മതി. ചോറ് മാത്രല്ല, എല്ലാ ഫ്രൂട്ട്സും എല്ലാ സാധനങ്ങളും തിന്നാ. ഒക്കെ തിന്നാ. വേണ്ടാന്ന് പറയരുത്. എന്താ വാങ്ങിക്കൊണ്ടോണ്? എന്താ വാങ്ങിക്കൊണ്ടേ? മന്തിയോ? മന്തി മന്തിയാണോ? ഇവിടെ മന്തി ഉണ്ടാവില്ല. മന്തി അടക്കര പോണ്ടി. പോലീസുകാര് പോണുണ്ട്, നമ്മള് മൈൻഡ് വെക്കണ്ട. അയ്യോ ഓട്ടോറിക്ഷക്കാരെ വരുന്നുണ്ട്, നമ്മള് വിളിച്ചിക്കണേ. ഞെട്ടിക്കൊളത്ത് ഉണ്ടാവില്ല. എന്തെങ്കിലുമൊക്കെ വാങ്ങി നോക്കാം. നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമുക്ക് നെയ്ച്ചോറ് വാങ്ങിയാ പോരെ? നെയ്ച്ചോറാകുമ്പോ 100 രൂപയ്ക്ക് തീരുമ്മ. നെയ്ച്ചോറും ബീഫും 100 രൂപയ്ക്ക് പരിപാടി തീരും. നെയ്ച്ചോറും ബീഫും നല്ല രസം ഉണ്ടായിന്. പക്ഷെ രാത്രി ഉണ്ടാവുള്ളൂ. അത് ചോദിച്ചോക്കാം. ഇത് കഴിഞ്ഞിട്ടല്ലേ നമുക്കിപ്പോ എന്തായാലും നമ്മള് ഓട്ടോറിക്ഷ വിളിച്ചു. ഓട്ടോറിക്ഷ വെട്ടാദ്യം കാക്കാനത്തിനെ വിളിച്ചു. അതൊരു നമുക്ക് ഇവിടെ മുണ്ടി മറിഞ്ഞ് കുത്തിരിക്കാം. ഗൈസ് ഇതിന്റെ അപ്പുറം തന്നെ ഉണ്ടോ പോലീസ് സ്റ്റേഷൻ? അതാണ് പോലീസുകാരൊക്കെ അവിടെ. ലോക്കപ്പ് ഉണ്ട് അതിന്റെ ഉള്ളിൽ. ലോക്കപ്പ് നമ്മൾ ഓട്ടോറിക്ഷ അങ്ങനെ നമ്മള് പെരി പോകാൻ വേണ്ടി ഇങ്ങനെ നിൽക്കണം. ഉമ്മാനെ ഉമ്മമാനെ അതിന്റെ ഉള്ളിൽ കയറ്റി നിർത്തി. ഹോസ്പിറ്റലിൽ അവിടെ കയറ്റി നിർത്തി. നമ്മള് നേരെ പെരി പോകാൻ വേണ്ടി ഇങ്ങനെ നിൽക്കണേ. അപ്പോഴാണ് ഉമ്മ പറഞ്ഞത് ഉമ്മക്ക് ആപ്പാപ്പാനൊന്ന് കാണുന്നത്. ആപ്പാപ്പാനെ കണ്ടിട്ട് കുറെ ദിവസമായി. അപ്പൊ അവിടെ ചെന്നിട്ട് അവിടെ കേറിയിട്ട് പോകാന്നല്ല പറഞ്ഞേ, അവിടെ കേറിയിട്ട് പോകാന്ന്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ബേക്കറി എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് പോട്ടെ. വെറും കൈയോടാണ് ചെല്ലെടുക്കുന്നത്. ഇതൊക്കെ വാങ്ങിയിട്ടാണ് പോവാ. സാധനം വാങ്ങിക്കുക. ചക്കപ്പൊരി ആപ്പാപ്പാക്ക് ഭയങ്കര ഇഷ്ടമാണ് തോന്നുന്നു. ചക്കപ്പൊരി അവിടെ നോർമലായിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇതിന് ചക്കപ്പൊരി വാങ്ങാം, ഇതും വാങ്ങാം. ചിപ്സ് ഇത് രണ്ടും വാങ്ങിയ പോരെ? ഇതിന് ഞാൻ പറയുമ്പോ അതിന്റെ വെച്ചാൽ വല്ല നുറുക്കാണോ? ഇതൊക്കെ ആകുമ്പോ കൊറേ ഉണ്ടാവും. അതല്ല ആപ്പാപ്പാക്ക് തിന്നാൻ പല്ലിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ആപ്പാപ്പൊക്കെ എന്ത് കുഴപ്പം? അങ്ങനെ സാധനങ്ങളൊക്കെ അനിയോട് വാങ്ങുന്നുണ്ട്. ചെറുമ ഓട്ടോറിക്ഷ നിൽക്കണം. മീമി ഓട്ടോറിക്ഷ കയറാണ്. വലുതായിട്ട് സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് മിക്സർ, ബേക്കറി, അതേപോലെ ബിസ്ക്കറ്റ്, അത്രേ ഉള്ളൂ. നേരെ അപ്പാപ്പാന്റെ കൊടുക്ക്. ഇവിടെ എന്തോ വലിയ പരിപാടിയാ തോന്നുന്നുണ്ട്. നല്ല നല്ല വണ്ടി ഇന്ന് മറ്റേ ആഗസ്റ്റ് 15 ചെയ്യാണ്ട് എന്തോ വലിയ പരിപാടിയാണ്. എന്താണ് അവിടെ പരിപാടി? എന്താ? ആദ്യോ ഇവിടെ വാ ഇന്ന് ഓന്റെ ബർത്ത്ഡേ ആണ് അല്ലേ? എന്നിട്ടാണ് ആ പോണത്. ആഗസ്റ്റ് 15 ഓന്റെ ബർത്ത്ഡേയും കൂടിയാണ്. ആഗസ്റ്റ് 15 എവിടെ അമ്മായിക്ക്? എവിടെ? നമുക്കുള്ളിൽ കയറിയേക്കാം. അവിടെ എന്തോ വലിയ പരിപാടിയാണ്. അവിടെ ആഗസ്റ്റ് 15 പരിപാടിയാണ്. ആണോ? എന്നാ പോവാ. എവിടെ എന്റെ ചെക്കന്റെ ബർത്ത്ഡേ ചെലവിടെ? ഇപ്പഴാ മുറിക്കണേ? ആണോ? കറക്റ്റ് ടൈം ഞങ്ങൾ വന്നേ. ഞങ്ങൾ അറിയാതെ കേക്ക് പൊളിക്കാൻ ഞങ്ങളത് പൊളിച്ചു. കാക്കാക്ക് പ്രസവത്തിന് ഇൻഷുറൻസ് ഉണ്ടോ? ആണോ? പൈസ കൊടുക്കണ്ട. അതിന് എവിടെ കൊടുക്കുന്നത്? ഗവൺമെന്റ് ഹോസ്പിറ്റലില്ല. റെഡിയാക്കാൻ പോയി ഇൻഷുറൻസ് കൊടുത്തേ. അപ്പൊ അങ്ങനെ പറഞ്ഞിക്കണോ? ഇൻഷൂറിലേ ഉമ്മയും ഷംനിയും ഇജും മോണ്ടനും എനിക്ക് ഇൻഷുർ ഉണ്ടോ? നമ്മൾ 5 ആളേനി. പിന്നെ അമ്മായി ഗൾഫിന്ന് വന്നു. അപ്പൊ ഞാൻ ഒഴിവായി. അങ്ങനെ അമ്മായി എനിക്കറിയില്ല. നമുക്ക് ഇൻഷുറൻസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല.
ഇമ്മമാക്കില്ല, കാരണം ഞാൻ ഉമ്മമാനെ ഹോസ്പിറ്റലാക്കി ഞാൻ ചോദിച്ചു എന്നിപ്പോഴല്ലേ ആ മറ്റവിടെ ചോദിച്ചു. താത്തൊക്കെ പുതിയ മാക്സി ഇട്ടിക്കണ്. ഇത് മാക്സി അല്ലേ? ഇത് ചുരിദാറല്ലേ? ഇത് ചുരിദാറാണ്. ഏതാ ഡ്രസ്? ഓളിപ്പൊന്ന് വാങ്ങിയ 400 വാങ്ങിയതോ രസല്ലേ? ഗൈസ് അവിടെ പായസം കൊടുക്കുന്നുണ്ട് എന്നാ കേട്ടത്. നമുക്ക് എടാ ഇനി ഒന്നേ പായസം പോയി കുടിച്ചല്ലേ? കിട്ടുമല്ലോ. ചോദിച്ചോക്കാം. അവിടെ കഴിഞ്ഞോ? മടി. ഗൈസ് ആഗസ്റ്റ് 15 ഇട്ട പാട്ടാണ് അത്. ഏതാണ് പാട്ട്? മുട്ട പാട്ട്. കോപ്പിറൈറ്റ് ഉണ്ടാവോ? അത് ഒന്നും പാടാ പാട്ടിട്. കളിച്ചവിടുത്തെ അതന്നെ കളി 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 എല്ലാരും കളി. ഗൈസ് ആഗസ്റ്റ് 15 ആ പാട്ട് പോയി. അവിടുത്തെ പാട്ടും പരിപാടിയൊക്കെ കഴിഞ്ഞ് അവളെ ബർത്ത്ഡേ ചെക്കനെ കൊണ്ടുപോകല്ലേ? അതുവാ ബർത്ത്ഡേ അല്ലേ ഇത്? ചെക്കണ്ടേ കേക്ക് കുടിക്കണ്ടേ? കേക്ക് കുറിച്ചണ്ടേ? കേക്ക് മുറിച്ചണ്ടേ? ആരോട് പറയാൻ? ആര് കേക്കാൻ? അങ്ങോട്ട് പോകാ ബാടാ ചവിട്ടി. അതിനെ വെച്ചാണോ വേണ്ടേ? പാട്ട് കേട്ടിട്ട് ആ വരുന്നേ ഏതാ വൈബിലേ? വരണ്ടേ? അവിടെ ബർത്ത്ഡേ ആണ്. പറ പള്ളി ബർത്ത്ഡേ ആയിട്ട് അവിടെ പാട്ടും പാടി കിടക്കുക. എങ്ങനെ സൗണ്ട് ബോക്സേ എപ്പോഴാ ഓഫ് ആവണേ? അപ്പോഴും വരും എല്ലാരും. 4 ചവിട്ടിട്ടി അവിടെ ചെരുപ്പ് അതിനെ പിടിച്ചാ നീ ചവിട്ടല്ലോ. കേക്ക് തിന്നിട്ട് എങ്ങോട്ടാ പോയിക്കോ. ഇവിടെ ആ അമ്മായിന്റെ പെരിയില് പുലി വന്നിട്ട് നീ പറയോ? നീ പറയോ? വിറ്റുണ്ടായി. ഞാനും ഇമ്മയൊക്കെ അവിടെ കൊലയമ്മ കിടക്കല്ലോ നിലത്ത്. കൂർക്കം വലിക്കാറല്ലേ? അല്ല എന്നിട്ട് ഞാൻ ഉമ്മാനെ വിളിച്ചു. അമ്മ ഒച്ച കേക്കണ് പുലിന്റെ ആയിരുന്നു. നോക്കിയപ്പോ സീറ്റ് ഔട്ടിലുണ്ട് 2 നായ്ക്കള് നമ്മളപ്പുറം തന്നെ സീറ്റ് ഔട്ടിൽ കയറി കിടക്കുന്നുണ്ട്. പുലി കയറി. അതിന് ശേഷമാണ് ഇവിടെ വാതിൽ വെച്ചതില്ലേ? ഇവിടെ പുലി ഉള്ളില് സിപ്നിമ്മി. ഇവിടെ പുലി ഇവിടെ പുലി അവിടെ വാതിൽ വെച്ചുല്ലേ? അതുകൊണ്ടാണ് ഗൈസ് ഇവിടെ വാതിൽ വെച്ചത്. പിന്നെ കമ്പിയേല് ഇവിടെ ആയിരുന്നേരം ഉണ്ടല്ലേ? പിന്നെ അപ്പുറത്തൊക്കെ ഭയങ്കര കാടാണ്. ആ കാട് പഞ്ചായത്തിൽ വെട്ടിത്തന്നാ അല്ല കാക്ക വെട്ടിച്ചതാണ്. ആണോ? ഗൈസ് വേറൊരു പ്രത്യേകത ഉണ്ട്. അതായത് പുലിക്ക് വരാക്കാര് വാതിലൊക്കെ വെച്ചിക്കണ്. പക്ഷേങ്കില് ഇത് കൂടെ പുലിക്ക് സിമ്പിൾ ആയിട്ട് വരാം. ഇത് കണ്ടില്ലേ? ഇത് കൂടെ ചാടി മണ്ടി കയറാം. എന്താ പോലെ ഐഡിയ അല്ലേ? നമ്മൾ ആദുവിന്റെ ബർത്ത്ഡേനെ പ്രമാണിച്ച് ചോറുണ്ട്. ഇത് നിങ്ങൾ ഉണ്ടാക്കിയാണോ അത് കൊണ്ടുവന്നാണോ? ആണോ? 4 മണിക്ക് ഞങ്ങൾ ചോറുന്ന. കേക്കുണ്ട്. നിങ്ങള് വിളിച്ചാലും അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് വിചാരിച്ചിട്ട് അങ്ങോട്ട് വന്നാ ഓൾക്ക് പ്രൊമോഷന്റെ വീഡിയോ കാരം. ഓ എന്ത് ചെയ്യാനാ ഞങ്ങക്ക് ഞമ്മക്ക് നിങ്ങക്ക് പഴിച്ചിട്ട് 4 മണി ഇവിടെ എത്തിയപ്പോ ഞങ്ങളെ ഓന് കോടല് കരഞ്ഞിട്ട് തിന്നാൻ വെച്ചില്ല. കുറച്ചുകൂടി നമ്മളൊപ്പം നിന്നോ പറഞ്ഞിനി മന്തി വാങ്ങി. മന്തി കിട്ടിയില്ല ഫ്രീ ആയിട്ട്. ഇവിടെ മന്തി നമ്മളറിയില്ല അവിടുന്ന് വാങ്ങാറപ്പ അവിടെ നമ്മ അടുപ്പത്ത് വെള്ളമൊക്കെ വെച്ചീനി. പിന്നെ ഇപ്പം കൊറേ ആയി മന്തി തിന്നിട്ട്. അപ്പൊ അങ്ങനെ ആദ്യം ബർത്ത്ഡേയും പിന്നെ സമ്മക്കിട്ട പ്രാങ്കും ഒക്കെ പാടാണ്ട് ഒത്തുതായതാണ്. ഇടക്കര കൂടെ പോയോണ്ട് ഇത് സർപ്രൈസ് അയക്കണോ കേക്ക് വാങ്ങണൊക്കെ ഗൈസ് വല്യമ്മ മന്തിക്ക് പൂതി വെച്ച് അവസാനം മന്തി ഇവിടെ ഉണ്ടായില്ലേ? ഇവിടുന്ന് മന്തി കിട്ടി. അതെ ഞങ്ങളിവിടെ വെറുതെ വന്നതാണ്. അപ്പൊ അവിടെ മന്തി ചെയ്താ അതിനാണ് ഞങ്ങള് കേട്ടിനി. ഞങ്ങളോട് ചോദിച്ചില്ലേ മന്തി വാങ്ങല്ലേന്ന്?
ഞങ്ങള് രാത്രിക്കൊക്കെ ഉദ്ദേശിച്ചത് അപ്പൊ ആകണം ഇവിടെ വന്നപ്പോ ആകണം മന്തി. കാരണം ആദുവിന്റെ ബർത്ത്ഡേ അല്ലേ, ആദുവിന്റെ ബർത്ത്ഡേ ആയിട്ടല്ലോ വാങ്ങിനെന്ന്. നിങ്ങൾ സ്വകാര്യമായിട്ട് അല്ലേ വിളിച്ചിന് നമ്മളെ. ഇല്ല വിളിച്ചിനോ? ആ നമ്മള് വീഡിയോ എടുക്കല്ലേ. ഞാൻ ഇന്നലെ ഓനോട് പറഞ്ഞിട്ട് അതുകൊണ്ട് ഇന്നത്തെ ബർത്ത്ഡേ പക്ഷെ സംഭവം എന്താ ഇവക്ക് അറിയില്ല. ഞങ്ങള് പ്രാങ്കായി കൊടുത്തൊരു സർപ്രൈസ് സർപ്രൈസ് ആയി കൊടുത്തല്ലേ. സർപ്രൈസ് കൂടെ ഇപ്പൊ വന്നിട്ടുള്ളൂ. ഞങ്ങൾ ഇപ്പൊ തിന്നിട്ടുള്ളൂ. അപ്പോഴാണ് നമ്മളെ എൻട്രി. മറ്റൊരു ഫോണ് മറ്റേ തലയിട്ട് പോലെ ക്യാമറ പുറത്തിട്ട് അപ്പൊ നിങ്ങളാണ് അപ്പൊ കുമോളെ അത് പായണ ആദ്യമോള് അപ്പഴാണ് ഫോണായിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് നമ്മളെ പിന്നെ തിരിച്ചറിയുമ്പോ വൈകുന്ന മമ്മ മന്തി എങ്ങനെയുണ്ട്? നല്ല മന്തി. സന്തോഷായപ്പോ മന്തി കിട്ടിയപ്പോ സന്തോഷായില്ലേ? ആയതുകൊണ്ട് പീസ് ഒന്നും കഴിക്കില്ല. ഇവിടെ പല്ലുമ്പോ ക്ലിപ്പ് ഇട്ടേ മുടി പൊളിച്ചോ. നല്ലൊരു പല്ലിന് കൊണ്ടുപോയിട്ട് ഓൻ തിരിച്ചൊന്നും കാണില്ല. നീ ആ തിന്നാവും വിടൂലയാ കിട്ടോ വേണമെങ്കിൽ. അന്റെ എവിടെ പല്ലൊന്നിക്കണ എന്റെ പല്ലേക്കൂടേക്ക് പോയിക്കണേ. തളർത്തി അന്ന് എന്റെ ചൈനയൊക്കെ വേൽക്കാൻ പറ്റിയിട്ട് അന്റെ അയച്ചിട്ടില്ലല്ലോ. നല്ല വളവുണ്ട്. ഞാൻ മറ്റേത് ഇടും ഐലീനിയറോ. ഏതാണ് മറ്റേ ട്രാൻസ്പെറന്റ് ആണോ? നമ്മൾ ആദുവിന്റെ കേക്ക് മുറിക്കാൻ പോവാണ്. അത് വാ കേക്ക് മുറിക്ക്. ബാ 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 അതോടെ വെക്ക്. കേക്ക് മുറി. പടച്ചോനെ എന്താ എഴുതിക്കണേ? കൊണ്ടുപോലേ എന്താ എഴുതിക്കണേ? ഹാപ്പി ബർത്ത്ഡേ ആദു. ആദുവിന്റെ കേക്ക് മുറിക്കൽ ചടങ്ങിലേക്കാണ് അതോ വായിച്ച എന്ത് എഴുതിക്കണം പറഞ്ഞ അതോ കത്തിപ്പോ മുറിച്ചോലോ. ഹാപ്പി ബർത്ത്ഡേ. ബാക്കി എന്താ അതോ എന്റെ പേര് എത്ര വയസ്സായി? അതിന് എത്രാമത്തെ വയസ്സാ? ഒന്നാമത്തെ വയസ്സാ? ഓന് തുടങ്ങണുള്ളൂ. വയസ്സ് നമ്മുടെ ചെക്കന് 1 വയസ്സാവും കേട്ടോ. അപ്പൊ ഓനല്ലേ പറഞ്ഞു ഒന്ന്. ഞാൻ കാര്യത്തിലാണ് 1 വയസ്സ് എഴുതിയത്. അവ മുറിച്ചാട്ടോ മമ്മ. 4ാമത്തെ വയസ്സാണ് ചെക്കന്. നാലാമത്തെ ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ആദു. അപ്പുറത്തെ പെരക്കാർക്ക് വരുമോ? അത് അനക്കെന്നെയാണ് ഈ മുറിച്ചത്. അയ്യ തിന്ന രസം നോക്കാൻ ഇജ്ജ് കൊടുക്കാതോ? ഉമ്മച്ചിക്ക് കൊടുക്കേ. കൊടുക്ക് ചങ്ങായി. അമ്മായിക്ക് അച്ഛപ്പാ കൊടുക്ക്. അച്ഛമാക്ക് ഷുഗറാണ്. എല്ലാവർക്കും കൊടുക്ക്. അനൂന് കൊടുക്ക്. എല്ലാവർക്കും കൊടുക്ക്. കൊണ്ടോ ഇന്നെ കുട്ടിക്കോ ഇനി ഇതോനെ ഒക്കെ കൊണ്ടുപോയോ? അവിടെ ഓരോന്ന് ഫുള്ളായിട്ട് എടുത്ത് പോകുന്നുണ്ട്. അത് ഇങ്ങോട്ട് എത്തുമ്പത്തിന് ഉണ്ടാവോ? നമ്മുടെ ബർത്ത്ഡേ ചെക്കൻ പോകാണ്. കരഞ്ഞിട്ടാണ് അത് പോണത്. എന്തിനാ കരീണ്? ഇവിടെ നിക്കാൻ വേണ്ടിട്ടാ കരീണ്. അത് പെരി പോടാ. ഞാൻ മടിയെടുക്കും. ഞാന് കരഞ്ഞിട്ടാണ് ഓനെ കൊണ്ടുപോകുന്നത്. വേറെ നിർത്തില്ലല്ലോ. അങ്ങനെ ഗൈസ് ഞങ്ങളും പെരിക്ക് പോകാണ് ല്ലേ. നല്ലൊരു മഴ ചെയ്തു. നല്ലൊരു മഴ പറഞ്ഞാൽ നല്ലൊരു മഴ. പിന്നെ അലിയാക്കി വന്നിക്കണേ. താത്ത പോയി. അമ്മായി പോയി. പോയി. അലിയൊക്കെ പോയി. ഓക്കെ അലിക്കുസ്സലാം. ശരിക്കും
അപ്പൊ ഗൈസ് നമ്മുടെ വീഡിയോ ഇന്ന് ഇങ്ങനെയൊക്കെ പോയി അല്ലേ. നമ്മൾ ഇതുവരെ ഇങ്ങോട്ട് വരാൻ തന്നെ വിചാരിച്ചില്ല. അപ്രതീക്ഷിതമായി വന്നു വല്യമ്മ ബാപ്പമാനെ കാണാൻ പറഞ്ഞപ്പോ നമ്മളങ്ങനെ വന്നു അതിന്റെ നമ്മ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ അസ്സലാമു അലൈക്കും നോക്കൂ. അടുത്ത വീഡിയോസിൽ കാണാം. അപ്പൊ ഓക്കെ ഗൈസ് അടുത്ത വീഡിയോ കാണാം. നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം. നമ്മ എല്ലാവർക്കും അസ്സലാമലൈക്കും. നമ്മൾ ഓട്ടോറിക്ഷക്കാരും ഓട്ടോ ഡ്രൈവറും പറഞ്ഞോളി. ഹലോ അസ്സലാമു അലൈക്കും. അപ്പൊ ഓക്കെ.